ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിഖിത വിജയൻ. വികസിത ഭാരത് റോസ്ഗാർ ആജീവിക മിഷൻ ബിൽ ലോക്സഭ പാസാക്കി. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം 2005 പകരമാണ് ഇത് നിലവിൽ വരുന്നത്. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് ലോക്സഭയിൽ മറുപടി നൽകി. 2047 വികസിത ഭാരതം എന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. ഗ്രാമീണ മേഖലയിലെ കുടുംബങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ 125 തൊഴിൽ ദിനങ്ങൾ ബിൽ ഉറപ്പാക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് 60:40 അനുപാതത്തിലായിരിക്കും. ആണവോർജ്ജ വിനിയോഗ ബിൽ 2025 രാജ്യസഭ ചർച്ചയ്ക്കെടുത്തു. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ അവതരിപ്പിച്ചത്. രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ആണവോർജ്ജ ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. ലോക്സഭ കഴിഞ്ഞ ദിവസം ബിൽ പാസാക്കിയിരുന്നു. ആണവോർജ്ജ നിയന്ത്രണ ബോർഡ് രൂപീകരിക്കാനും ആണവോർജ്ജ പരിഹാര ഉപദേശക സമിതി സ്ഥാപിക്കാനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. വൈവിധ്യമാണ് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ശക്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മസ്കറ്റിലെ ഇന്ത്യൻ സമൂഹത്തെയും വിദ്യാർത്ഥികളെയും മൈത്രി പർവ് എന്ന പരിപാടിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സഹവർത്തിത്വത്തിന്റെയും സഹകരണത്തിന്റെയും ഉദാഹരണമാണ് ഇന്ത്യൻ പ്രവാസികളെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നേരത്തെ ഇന്ത്യ ഒമാൻ വ്യാപാര ഉച്ചകോടിയെയും ശ്രീ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ സംസ്ഥാനത്ത് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. വീടുതോറുമുള്ള വിവരശേഖരണം ഇന്ന് അവസാനിക്കും. ഡിസംബർ 23 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഇതിന്മേലുള്ള പരാതികൾ സമർപ്പിക്കാൻ ജനുവരി 22 വരെ അവസരം ലഭിക്കും. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ പേരുണ്ടോയെന്ന് എല്ലാവരും പരിശോധിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളിൽ പങ്കാളികളാകാത്തവരെ ബോധവൽക്കരിക്കാൻ നിലവിലെ സ്വീപ് പരിപാടികൾ പ്രയോജനപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ മാഹിയിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 15,506 സ്ത്രീകളും 13,001 പുരുഷന്മാരും ഉൾപ്പെടെ 28,507 വോട്ടർമാരാണ് കരട് പട്ടികയിലുള്ളത്. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന 3 മാവോയിസ്റ്റുകളെ വധിച്ചു. കിസ്താരം മേഖലയിൽ നടത്തിയ തെരച്ചിലിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. 3 പേരുടെയും മൃതദേഹങ്ങൾ സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ സ്ഥിരം വിസി നിയമനം സംബന്ധിച്ച് കേരള സർക്കാരും ഗവർണറും തമ്മിൽ സമവായത്തിലെത്തിയതിൽ സംതൃപ്തി പ്രകടിപ്പിച്ച് സുപ്രീംകോടതി. സർവകലാശാലകളിലെ വിസി നിയമനത്തിലുണ്ടായ സമവായം ഗവർണറും സംസ്ഥാന സർക്കാരും രേഖാമൂലം സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു. സിസ തോമസിനെയും സജി ഗോപിനാഥനെയും വിസിമാരായി നിയമിച്ച ഉത്തരവും കൈമാറി. സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവച്ച 3 തദ്ദേശ വാർഡുകളിൽ ജനുവരി 12 പ്രത്യേക തിരഞ്ഞെടുപ്പ് നടക്കും. ഇത് സംബന്ധിച്ച വിജ്ഞാപനം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പുറപ്പെടുവിച്ചു. ഈ മാസം 24 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 26 സൂക്ഷ്മ പരിശോധന. സ്ഥാനാർത്ഥിത്വം ഡിസംബർ 29 വരെ പിൻവലിക്കാം. വോട്ടെണ്ണൽ ജനുവരി 13 നടക്കും. മലപ്പുറം പായിപ്പാടം, എറണാകുളം ഓണക്കൂർ, തിരുവനന്തപുരം വിഴിഞ്ഞം എന്നീ വാർഡുകളിലാണ് പ്രത്യേക തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച നടക്കും. ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും ജില്ലാ കളക്ടർമാരുടെയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വരണാധികാരികളുടെയും മുൻപാകെ മുതിർന്ന അംഗമാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ മാസം 26, 27 തീയതികളിൽ നടക്കും. ഡൽഹിയിൽ വായു ഗുണനിലവാരം വളരെ മോശം വിഭാഗത്തിൽ തുടരുന്നു. വായു മലിനീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കൃത്യമായ മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് പെട്രോൾ പമ്പുകളിൽ ഇന്നു മുതൽ ഇന്ധനം നൽകില്ലെന്ന് ഡൽഹി സർക്കാർ വ്യക്തമാക്കി. ഡൽഹിയിലേക്ക് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുവരുന്ന ട്രക്കുകൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുറത്തുനിന്നുള്ള BS6 അല്ലാത്ത സ്വകാര്യ വാഹനങ്ങൾക്കും ഇന്നു മുതൽ ഡൽഹിയിലേക്ക് പ്രവേശനം അനുവദിക്കില്ല. കനത്ത മൂടൽമഞ്ഞിന് സാധ്യതയുള്ളതിനാൽ ഉത്തർപ്രദേശിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.